പുനർജന്മം എന്ന യാഥാർത്ഥ്യം. ജീവൻ, ആത്മാവ്, ദൈവം എന്നീ അവസ്ഥകളെക്കുറിച്ച് തത്വവിചാരം ചെയ്യുന്നവരെ ഏറ്റവുമധികം സ്പർശിക്കുന്ന വിഷയമാണ് പുനർജന്മം. ഒരു ഭാവനാ വൈപുല്യമുള്ള കഥ പോലെ പുനർജന്മസങ്കല്പം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളത് എന്ന് കരുതപ്പെടുന്ന ഭാരതീയ ചിന്തയുടെ അധിക ഭാഗങ്ങളിലും പുനർജന്മസങ്കല്പത്തിൻ്റെ സ്വാധീനം വ്യക്തമാണ്. എന്ന് തുടങ്ങിയെന്ന് പറയാനാവാത്ത വിധം പഴക്കമുള്ള ഭാരതീയ ചിന്തയെ ഉച്ച നീചത്വങ്ങളോടെയുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളായി ക്രമീകരിക്കുന്നതിന് വേണ്ടി പുനർജന്മസങ്കല്പം വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. പുനർജന്മസങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഭാരതീയ വിശ്വാസം ശരി തെറ്റുകൾ എന്ന കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുന്ന പ്രധാന ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. പുനർജന്മം ഇല്ലെങ്കിൽ, മരണാനന്തരവും ജീവൻ നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ജീവിച്ചാൽ എന്ത്? ആർക്കും യാതൊന്നുകൊണ്ടും നിയന്ത്രിക്കാനാവാതെ അനിവാര്യമായും സംഭവിക്കുന്ന മരണത്തോടെ അവസാനിക്കുന്നതാണ് ജീവനെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ നിയമങ്ങളുടെ ആവശ്യകതയും യോഗ്യതകൾ എന്ന സങ്കല്പവും ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷേ അവിധം ഒരു ജീവിതമുണ്ടായാൽ അത് ഭൂമിയിലെ ജീവൻ എന്ന പ്രവർത്തനത്തിൻ്റെ അന്ത്യത്തിലേക്കായിരിക്കും ചെന്നെത്തുക എന്നും വിചാരിക്കാം. പുനർജന്മം ഉണ്ടെന്നോ ജീവൻ മരണാനന്തരവും നിലനിൽക്കുന്നതാണെന്നോ വിചാരിക്കുന്നതിന് മുമ്പ് ജീവൻ എന്നത് എന്താണെന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഭൂമിയും ജീവനും മനുഷ്യനുമൊക്കെ ഉത്ഭവിച്ചതിന് ശേഷം കാലം ഇതുവരെ ജീവനെക്കുറിച്ച് വ്യക്തമായ നിർവചനങ്ങളും വിവരണങ്ങളും ഉണ്ടാകുന്നതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അതായത് നാം തന്നെയായ നമ്മളെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയാൻ കഴിയുന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നതിലുപരി പുനർജന്മം എന്നത് സംഭവിക്കുന്നതോ സംഭവിക്കാത്തതോ എന്ന് തീർത്ത് പറയാൻ തക്ക തെളിവുകളൊന്നും വിചാരപരമായി തന്നെ ഇല്ലാതിരിക്കുന്നു. ജീവൻ ഊർജ വൈവിധ്യങ്ങളുടെ സങ്കീർണ സംഗമവും കൂടുതൽ സങ്കീർണത ആർജിക്കലും പ്രവർത്തനപരമായും വിചാരപരമായും അറിവായുമുള്ള ശക്തി പ്രാപിക്കലും പ്രപഞ്ച കാരണത്തോളം എത്തുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം വയ്ക്കലും ഒക്കെയായി തീരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഊർജം നശിപ്പിക്കപ്പെടാൻ പറ്റാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഊർജ വൈവിധ്യങ്ങൾ സംഗമിച്ചുണ്ടായ ജീവൻ എന്ന സങ്കീർണ ഭാവത്തിനും നശിക്കാനാവില്ലല്ലോ. പ്രവർത്തിച്ചു നിൽക്കുന്ന ജീവിതത്തെ നിരീക്ഷിക്കുമ്പോൾ ഓരോ ജീവനും സ്വതന്ത്രമായ പ്രതിഭാസങ്ങളാണെന്നാണ് തോന്നാൻ ഇടവരുന്നത്. കാരണങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും അറിയുകയാണ് ഈ തോന്നലിൻ്റെ ഉറവിടം എന്ന് പറയാം. കൂടുതൽ ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കാനാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്വതന്ത്രമായി നിൽക്കുന്ന ഏതു ജീവനും മറ്റു ജീവനുകളുടെ പ്രവർത്തന ഫലമായാണ് ഭൂമിയിൽ ജന്മം കൊണ്ടിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്നതും വളരുന്നതും അറിവ് സമ്പാദിക്കുന്നതും തുടങ്ങിയുള്ള ഏതു തരം പ്രവർത്തനങ്ങളെയും അനുഭവങ്ങളെയും അവസ്ഥകളെയും നിരീക്ഷിച്ചാൽ കാണാനാവുക ഓരോ ജീവനും ഒരർത്ഥത്തിലും സ്വതന്ത്രമാവുന്നില്ല എന്നുമാണ്. എല്ലാ അർത്ഥത്തിലും ഓരോ ജീവനിലും പ്രവർത്തനമായും സങ്കല്പമായും സൂക്ഷ്മമായി മറ്റു ജീവനുകൾ സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാനുണ്ടാവുക. എല്ലാ അവസ്ഥകളിലും ഒന്നിനോടൊന്ന് ചേർന്ന് നിലകൊള്ളുന്നതാണ് ജീവപ്രവർത്തനം എന്നതുകൊണ്ട് ആ പ്രവർത്തന നൈരന്തര്യം കൊണ്ടു തന്നെ ഏതെങ്കിലും ഒരു ജീവന്റെ യോഗ്യതയെ സംയുക്ത ഗുണം എന്നതായി ബോധ്യപ്പെടാനാവുന്നു. പ്രവർത്തനങ്ങളുടെയും അർത്ഥസങ്കല്പങ്ങളുടെയും നിരവധിയായ മാനങ്ങളിലൂടെ കാണുമ്പോൾ ജീവൻ പ്രാപഞ്ചികമായ സകലതും ചേരുന്നതാണെന്നും
ഒരിക്കലും നശിക്കാനാവാത്ത വിധം സകലതിലും ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രവർത്തനവുമാണെന്ന് മനസ്സിലാക്കാനാവുന്നു. അർത്ഥം ഗ്രഹിക്കാൻ കഴിയായിക നിമിത്തം ശരീരത്തിൻ്റെ അവസാനത്തോടെ തീരുന്ന എന്തോ ഒരു പ്രവർത്തനമായി മാത്രം ജീവനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് മരണാനന്തരം ജീവൻ നിലനിൽക്കുന്നില്ല എന്ന വിശ്വാസത്തിൽ എത്തുന്നത്. ഈ കാഴ്ചപ്പാടനുസരിച്ച് ജീവിതം എന്നത് നിരർത്ഥകമായ ഒരു ഏർപ്പാടുമാണ്. ഊർജം നശിപ്പിക്കപ്പെടാനാവാത്ത പ്രതിഭാസമാണെന്ന ഇന്നത്തെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ള അറിവിനെ ജീവന്റെ അനശ്വരത എന്ന ബോധ്യത്തിലേക്ക് നയിക്കുന്ന ചൂണ്ടിക്കാട്ടലായി കണക്കാക്കാവുന്നതാണ്. ജീവൻ ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമാണെന്ന് നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെടാനാവുന്നതും ജീവൻ കാരണത്തോളം വളർന്ന് ഊർജത്തെ പുനർനിർമ്മിക്കുന്ന പ്രതിഭാസം ആയിത്തീരുന്നുവെന്ന് ഭദ്രമായ യുക്തിയിലൂടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചെത്താനാവുന്നതും ജീവന്റെ അനശ്വരതയെക്കുറിച്ചുള്ള സൂചനകളാണ്. അനശ്വരമായതിനെ പരിധികൾ ഇല്ലാത്ത ശേഷിയും പരിധികളില്ലാത്ത അവസ്ഥാ വ്യതിയാനങ്ങളുമായി നിർവചിക്കാം. ഊർജം നശിക്കുന്നില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരാനാവുന്നതുകൊണ്ട് മരണാനന്തരവും ജീവന് നിലനിൽക്കാനല്ലാതെ സാധ്യമാവുന്നില്ലല്ലോ. മരണാനന്തരം ജീവന് കേവല സങ്കല്പമായി മാത്രമേ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. രൂപതരമായ ഒന്നിന് രൂപം നഷ്ടപ്പെട്ട് പ്രവർത്തനം ഇല്ലാതായതിനു ശേഷം സംഭവിക്കുന്ന സൂക്ഷ്മമായ നിലനിൽപ്പ് എന്നാണ് സങ്കല്പം എന്നതിന് ഇവിടെ അർത്ഥം പറയാനുണ്ടാവുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തിനുള്ളിൽ ജീവനും ജീവന്റെ നിരന്തര അന്വേഷണവും സഞ്ചാരവുമായ മനസ്സും സൂക്ഷ്മതരമായാണല്ലോ നിലകൊള്ളുന്നത്. ഇങ്ങനെയുള്ള ജീവൻ ശരീരത്തോടെ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ തന്നെ എന്തിലും ഏതിലും മറ്റു ജീവനുകളുടെ ഭാഗമായിരിക്കുന്നതിനാൽ മരണാനന്തരവും ആ തുടർച്ച സംഭവിക്കാതെ വരുന്നില്ല. രൂപതരമായി പ്രവർത്തനനിരതമായിരിക്കുന്ന ജീവൻ രൂപം നഷ്ടപ്പെട്ട് സങ്കല്പമായി മാറുന്ന പ്രവർത്തനത്തെയാണ് മരണം എന്ന് വിളിക്കുന്നത്. ജീവൻ എന്നത് എന്താണെന്ന് അതിൻ്റെ സങ്കീർണത നിമിത്തം രൂപതരമായി ജീവിച്ചിരിക്കുമ്പോൾ അറിയുന്നില്ല എന്നതുപോലെ തന്നെ മരണാനന്തരം എന്തെന്നോ എങ്ങനെയെന്നോ അറിയുന്നതിനും ജീവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ പ്രാപ്തമാവുന്നില്ല എന്ന് മാത്രം. മരണത്തോടെ പ്രവർത്തനതരമായ ഒരു ഘട്ടം അവസാനിക്കുന്ന ജീവന് രൂപമില്ലായ്കയിലും രൂപമുള്ളതും ഇല്ലാത്തതുമായ മറ്റു ജീവനുകളുമായി നിരന്തരം സങ്കല്പതരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് കഴിയുന്നു. ഒരു ജീവൻ എന്നത് ഏത് അർത്ഥത്തിലും സ്വതന്ത്രമായ എന്തെങ്കിലും അവസ്ഥയോ പ്രവർത്തനമോ ആകുന്നില്ലാത്തതുകൊണ്ട് മരണാനന്തരവും മറ്റു ജീവനുകളുമായി സങ്കല്പതരമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതിന് തീർത്തും സാധിക്കുന്നതും അപ്രകാരം സൂക്ഷ്മതരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആയിത്തീരുന്നു. പ്രകൃതിയിൽ ലഭ്യമാവുന്ന വ്യത്യസ്ത ഗുണങ്ങളുള്ള ഊർജത്തെ ജീവൻ ലക്ഷ്യപ്രാപ്തിക്കായി ഉപയോഗപ്പെടുത്തിയതിലൂടെയാണ് ശരീരം എന്ന രൂപം ഉണ്ടായത്. ആരംഭം മുതൽ അല്പാൽപമായി പ്രവർത്തിച്ച് വളർന്ന് വികസിതമായി ആ പ്രവർത്തനം ഇന്ന് പൂർണ്ണത പ്രാപിച്ചു നിൽക്കുന്നു. ഇത്തരത്തിൽ പൂർണ്ണത പ്രാപിച്ചു നിൽക്കുന്ന ശരീരം എന്നത് ജീവനെ സംബന്ധിച്ച് പ്രവർത്തനോപാധി മാത്രമാണ്. പ്രാപഞ്ചികമായ പദ്ധതി അനുസരിച്ച് ആ പ്രവർത്തനോപാധിയുടെ സാക്ഷാത്കാരം സാധ്യമായ അവസാനത്തെ പ്രവർത്തനം നടന്നത് ചാന്ദ്രഭൗമ സംഗമത്തിലൂടെയാണ്. ചാന്ദ്രഭൗമ സംഗമത്തിലൂടെ ജീവനായി പ്രവർത്തനമായി രൂപതരമായ സാക്ഷാത്കാരം സാധിച്ച കാരണസങ്കല്പം ഏറ്റവുമധികം വികസിതമായി നിൽക്കുന്ന അവസ്ഥയാണ് മനുഷ്യ ശരീരം എന്നത്.
മരണം എന്ന പ്രവർത്തനാന്ത്യത്തോടെ സൂക്ഷ്മതരമായി തീർന്ന് സങ്കല്പാവസ്ഥയിൽ നിലകൊള്ളുന്ന ജീവനുകൾക്ക് ജീവനെ ജനിപ്പിച്ച ചാന്ദ്ര ഭൗമ സംഗമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി രൂപതരമായ പുനരാഗമനം സാധ്യമായി തീരുന്നു. പ്രത്യുൽപാദന കാരണമായി തീരുന്ന ബീജ അണ്ഡ സംഗമം എന്നത് ചാന്ദ്ര ഭൗമ ഗുണങ്ങൾ സംഗമിച്ച് ജീവനായി പ്രവർത്തിച്ച് തുടങ്ങിയതിൻ്റെ വികസിതമായ തനിയാവർത്തനവുമാണ്. ചാന്ദ്ര ഭൗമ ഗുണസംഗമത്തെ തുടർന്നുള്ള ജീവന്റെ വികാസം പ്രകൃതി എന്ന ഊർജ വൈവിധ്യങ്ങളെ ആവാഹിച്ചായിരുന്നുവല്ലോ സംഭവിച്ച് തുടർന്നത്. ശരീരം ഉപയോഗിച്ച് പ്രകൃതിയെ നിരന്തരമായി ആവാഹിച്ചു വളർന്ന് പ്രകൃതി എന്ന അവസ്ഥയുടെ കാരണയോഗ്യതയായി വളർന്നുകൊണ്ടിരിക്കുന്ന ജീവൻ ബീജ അണ്ഡ സംയോജിതാവസ്ഥ എന്ന അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ പ്രവർത്തനരൂപം എന്ന ശരീരമായി വളരുന്നതിന് കഴിയുന്നു. എല്ലാ ജീവജാലങ്ങളിലുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസത്തെ പുനർജന്മം എന്ന് വിളിക്കുന്നു. ജീവന്റേതെന്ന് നാം പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ശേഷികളോ ജീവിതഘട്ടങ്ങളോ ജീവൻ സ്വയമായി നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരു ജീവനും അതിനെ സ്വയമായി നിർമ്മിക്കുന്നില്ല. വളരുന്നതും അറിവ് ആർജിക്കുന്നതും മരിക്കുന്നതുമൊന്നും ജീവൻ സ്വയമായി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയാനും നിവൃത്തിയില്ല. പ്രാപഞ്ചികമായ നിശ്ചയപ്രകാരം സംഭവിക്കുന്ന ജീവൻ എന്ന പ്രതിഭാസം പ്രപഞ്ചം ഉൽപ്പത്തിയായി പ്രവർത്തിച്ചു നിൽക്കുന്നതിന് കാരണമായി തീർന്ന ശക്തിവിശേഷം ആ ശേഷിയിലെത്തുന്നതിനായി പ്രവർത്തിച്ച് കടന്നുപോയ പന്ഥാവുകളിലൂടെ മുന്നേറുന്നതിൻ്റെ ഭാഗമായി പുനർജന്മതരമായ അനുഭവങ്ങളും സംഭവിക്കുന്നു.